പത്തനംതിട്ട പരിസ്ഥിതി സൗഹൃദ സമിതിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ MK സുകുമാരൻ നായർ അനുസ്മരണം നടത്തി. സുകുമാരൻ നായരുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് മുൻ MLAക്ക് നൽകി. പത്തനംതിട്ട പരിസ്ഥിതി സൗഹൃദ സമിതിയുടെയും സസ്യ സാമ്പത്തിക ശാസ്ത്ര വകുപ്പിന്റെയും ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ NK സുകുമാരൻ നായർ അനുസ്മരണം നടത്തി. പമ്പ പരിരക്ഷണ സമിതിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനുമായ NK സുകുമാരൻ നായരുടെ നാമധേയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പുരസ്കാരവും ചടങ്ങിൽ മുൻ MLA ജോസഫ് പുതുശ്ശേരിക്ക് സമ്മാനിച്ചു. BAM കോളേജ് മാനേജർ ഡോക്ടർ മാത്യു V ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവാർഡ് ശ്രേഷ്ഠനായ ഒരു ആളിന് നൽകുന്നു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഈ നദീ സംസ്കാരവും അതോടൊപ്പം തന്നെ കാർഷിക സംസ്കാരത്തിനും ഒക്കെ ഊന്നൽ നൽകിയ ഒരാളാണ് ബഹുമാനപ്പെട്ട NK സുകുമാരൻ നായർ സാർ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കോളേജിൽ കുട്ടികളെ കൊണ്ട് തന്നെ ഒരു ഏക്കർ സ്ഥലത്ത് കാലിക്കറ്റ് കോളേജിൽ നേരത്തെ കൃഷി നടത്തിയിട്ടുണ്ട്. ആ അവസരത്തിൽ കുട്ടികൾ തന്നെയാണ് നല്ല പച്ചക്കറിയൊക്കെ അവിടെ നട്ട് വളർത്തി അത് വർഗീസും സാറൊക്കെ വന്ന് അത് നല്ലതുപോലെ കവർ ചെയ്ത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ദീർഘമായി സംസാരിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്കുണ്ട്, അല്ലെങ്കിൽ ചെയ്തൊരു കാര്യമുണ്ട്. അതൊരു ജാപ്പനീസ് ഹൈക്കു കവിതയിൽ പറയുന്നുണ്ട്. ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇന്ന് 5 പേർ 5000 പേർക്കുള്ള അപ്പം ഭക്ഷിക്കുന്നു. വേർഡ്സ്വർത്ത് പറയുന്നുണ്ട്, ഗിവ് ടു ദ വേൾഡ് ദ ബെസ്റ്റ് യു ഹാവ്, ദ ബെസ്റ്റ് വിൽ കം ബാക്ക് ടു യു. നിങ്ങളിലുള്ള ഏറ്റവും നല്ലതിനെ പ്രകൃതിക്ക് നൽകുമ്പോൾ പ്രകൃതിയിൽ നിന്നുള്ള ഏറ്റവും നല്ലത് നമുക്ക് തിരിച്ചു ലഭിക്കുവാൻ സാധിക്കും. നമ്മുടെ നല്ല പാട്ടുകളൊക്കെ അങ്ങനെയാണല്ലോ. എല്ലാവർക്കും ചിട്ടപ്പെടുത്തിയപ്പോൾ പുഴകൾ, നദികൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനം എന്നെല്ലാമാണല്ലോ. ഇന്നങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഇല്ല. ഡോക്ടർ ജോസ് പാറക്കടവിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പാൾ GS അനീഷ് കുമാർ, ഡോക്ടർ വർഗീസ് മാത്യു, തോംസൺ K അലക്സ്, ജോർജ് കുന്നപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രം മുൻ മേധാവി ഡോക്ടർ പത്മകുമാർ മുഖ്യപ്രഭാഷണവും നടത്തി. നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങിന്റെ ഭാഗമായി.